പുനലൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ പോളിംഗ് ബൂത്തുകളിലേക്ക് ആവശ്യമായ സാമഗ്രികൾ വിതരണത്തിന് തയ്യാറായി. താലൂക്ക് ഓഫീസിലെ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പോളിംഗ് സാമഗ്രികൾ കിറ്റുകളാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നത്. മണ്ഡലത്തിലെ 195 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 72 ഇനങ്ങളാണ് ഓരോ പോളിംഗ് കിറ്റുകളിലുമുള്ളത്. താലൂക്ക് ഓഫീസിൽ നിന്നും കിറ്റുകൾ 25-ാം തീയതി വോട്ടിംഗ് യന്ത്രം വിതരണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെ നിന്നും 10 വീതമുള്ള കൂട്ടങ്ങളാക്കും. വോട്ടിംഗ് യന്ത്രമടങ്ങുന്ന യൂണിറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇവ വിതരണത്തിന് സജ്ജമാക്കുക. നമ്മുടെ പുനലൂർ LICയുടെ 196 ബൂത്തുകളിലെ പോളിംഗ് മെറ്റീരിയൽസാണ് ഇനി നമ്മൾ നിറയ്ക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ചുള്ളത് അന്ന് 26-ാം തീയതി RDOയുടെ നേതൃത്വത്തിൽ കൊടുക്കും. അതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമ്മളും എല്ലാ ജീവനക്കാരും അതിൻ്റെ പിറകിലാണ്. നമ്മുടെ 26-ാം തീയതി വരെയുള്ള ഞങ്ങളുടെ പകലും രാത്രിയുമായിട്ടുള്ള ജോലികളാണ് ഇവിടെ നടന്നു വരുന്നത്. അതിൻ്റെ ആഘോഷത്തിലും ആവേശത്തിലുമാണ് നമ്മുടെ ജീവനക്കാർ. ഓരോന്നാണ് ഒരെണ്ണല്ലേ ഇത്? ഇതെത്ര എണ്ണം? ഒരെണ്ണല്ലേ? ഇത് തന്നെയാണ്. ഇത് തന്നെയാണ്. ചെയ്തോളൂ. ഇതുകൊണ്ടോ? ഇത് ഓരോന്നും ഇതാണോ? ഇതുണ്ടോ? ഒന്നൊന്നല്ലേ? 235 വോട്ടിംഗ് മെഷീനുകളും 235 കൺട്രോൾ പാനലുകളും 254 VVPAT മെഷീനുകളുമാണ് പുനലൂരിലേക്കുള്ളത്. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളാണ് വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം. തകരാറിലായ യന്ത്രങ്ങൾക്ക് പകരം പുതിയവ വിതരണ കേന്ദ്രത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. ഞായറാഴ്ച വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തീകരിച്ചിരുന്നു. തഹസിൽദാർ MS ഷാജു, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ PR അഭിലാഷ്, നോഡൽ ഓഫീസർ സന്തോഷ് ജിനാഥ, പോളിംഗ് സാമഗ്രികളുടെ വിതരണ ഉദ്യോഗസ്ഥ നമിത എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.